അമേരിക്കയിൽ ഏറ്റവും ജനപ്രീതിയുള്ള വലതുപക്ഷ മാധ്യമ പ്രവർത്തകരിൽ ഒരാളാണ് ടക്കർ കാൾസൺ. മുൻപ് ടെലിവിഷൻ പരിപാടികളിലൂടെ ശ്രദ്ധ നേടി ഇപ്പോൾ പോഡ്കാസ്റ്റിലൂടെ ആഗോളതലത്തിൽ സ്വാധീനശേഷിയുള്ള മാധ്യമപ്രവർത്തകനായി വളർന്നയാൾ. കഴിഞ്ഞ മാസം ഫ്ലോറിഡയിൽ നടന്ന ടേണിംഗ് പോയിന്റ് USA സ്റ്റുഡന്റ് ആക്ഷൻ സമിറ്റിൽ നടത്തിയ പ്രസംഗത്തിൽ കാൾസൺ ഒരു ആരോപണമുയർത്തിയിരുന്നു. അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന എപ്സ്റ്റൈൻ ലൈംഗിക പീഡന കേസിനെ കുറിച്ചായിരുന്നു ആ പരാമർശം. അതായത് കേസിലെ മുഖ്യപ്രതിയായ എപ്സ്റ്റൈനു പിന്നിൽ ഇസ്രായേൽ ചാരസംഘമായ മൊസാദാണെന്നും US രാഷ്ട്രീയ സാമ്പത്തിക രംഗങ്ങളിലെ പ്രബലരായ വ്യക്തിത്വങ്ങളെ ലൈംഗിക കുരുക്കിൽ അകപ്പെടുത്തി വരുതിയിലാക്കാനായി ഇസ്രായേൽ ഇറക്കിയ ഏജന്റാണ് എപ്സ്റ്റൈൻ എന്നുമായിരുന്നു ടക്കർ കാൾസന്റെ ആരോപണം. മുൻ പ്രധാനമന്ത്രി എഹൂദ് ബരാക്ക് ഉൾപ്പെടെയുള്ള ഇസ്രായേൽ നേതാക്കളുമായും സൈനിക ഇന്റലിജൻസ് വൃത്തങ്ങളുമായും എപ്സ്റ്റൈനുള്ള അടുത്ത ബന്ധമെല്ലാം ആരോപണങ്ങൾക്ക് ബലം നൽകാനായി ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നുണ്ട്. എപ്സ്റ്റൈൻ ഫയൽസിന് പിന്നിലെ മൊസാദ് കരങ്ങൾ വീണ്ടും അമേരിക്കയിൽ ചർച്ചയാവുകയാണിപ്പോൾ. ഇത്തവണ ആരോപണ മുനയിലുള്ളത് US ഇന്റലിജൻസ് വിഭാഗമായ FBI തലവൻ കാഷ് പട്ടേലാണ്. കാഷിന്റെ പെൺസുഹൃത്തായ അലക്സിസ് വിൽക്കിൻസ് മൊസാദിന്റെ ഹണി ട്രാപ്പ് ഏജന്റ് ആണെന്നാണ് പുതിയ ആരോപണം. ട്രംപിന്റെ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ മാഗ ടീമിൽ നിന്ന് തന്നെയാണ് ഗുരുതരമായ ആരോപണങ്ങൾ ഉയരുന്നത്. ആരോപണങ്ങൾക്ക് പിന്നിൽ എന്താണെന്ന് വിശദമായി പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ഗായികയും കൺസർവേറ്റീവ് ആക്ടിവിസ്റ്റുമാണ് 26-കാരിയായ അലക്സിസ് വിൽക്കിൻസ്. US സംസ്ഥാനമായ അർക്കൻസാൻസിൽ ജനിച്ച വിൽക്കിൻസിന്റെ അച്ഛൻ US കമ്പനിയായ ഗില്ലറ്റിൽ ജീവനക്കാരനായിരുന്നു. അമ്മ ഫാർമസ്യൂട്ടിക്കൽ എയ്റോസ്പേസ് മേഖലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. 2022 നാഷ്വില്ലിൽ ഒരു പൊതു സുഹൃത്തിന്റെ വീട്ടിൽ നടന്ന ചടങ്ങിലാണ് കാഷും വിൽക്കിൻസും ആദ്യമായി കാണുന്നത്. അവിടെ നിന്ന് തുടങ്ങിയ പരിചയം പിന്നീട് സൗഹൃദവും പ്രണയവുമായി മാറുകയായിരുന്നു. 2023 ഇരുവരും ഡേറ്റിംഗ് ആരംഭിച്ചു. ജെഫ്രി എപ്സ്റ്റൈൻ കേസുമായി ബന്ധപ്പെട്ട് US ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റും FBI പുറത്തുവിട്ട ഒരു ഉത്തരവിന് പിന്നാലെയാണ് വിൽക്കിൻസിനെയും മൊസാദിനെയും ചേർത്തുവെച്ചുള്ള പ്രചാരണങ്ങൾ തലപൊക്കുന്നത്. കഴിഞ്ഞ ജൂലൈ 6-നാണ് എപ്സ്റ്റൈൻ കേസ് തീർപ്പാക്കിയുള്ള ഒരു മെമ്മോ 2 വകുപ്പുകളും ചേർന്ന് പുറത്തിറക്കുന്നത്. എപ്സ്റ്റൈൻ 2019 ജയിലിൽ ആത്മഹത്യ ചെയ്തതെന്നായിരുന്നു മെമ്മോയിൽ അറിയിച്ചത്. ഇയാളുടെ സെക്സ് സർവീസിന്റെ ഗുണഭോക്താക്കളായവരുടെ പേര് വിവരങ്ങൾ അടങ്ങിയ ക്ലൈന്റ് ലിസ്റ്റ് എപ്സ്റ്റൈൻ ഫയൽസിലുണ്ടെന്ന് വെളിപ്പെടുത്തലുണ്ടായിരുന്നു. എന്നാൽ അങ്ങനെ ഒരു രേഖ തന്നെ ഇല്ലെന്നാണ് ഉത്തരവിൽ വ്യക്തമാക്കിയത്. ഈ മെമ്മോയ്ക്ക് പിന്നാലെ ഡെമോക്രാറ്റുകൾ മാത്രമല്ല പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. മാഗ ടീമിലും വലിയ രോഷവും അണപൊട്ടിയൊഴുകി. എപ്സ്റ്റൈന്റെ ദുരൂഹ മരണത്തിലെ സംശയങ്ങളെ ആത്മഹത്യയാണെന്ന് സ്ഥാപിച്ച് അടിച്ചമർത്താൻ ശ്രമിക്കുന്നു. അദ്ദേഹത്തിന്റെ ഉന്നത ബന്ധങ്ങളെക്കുറിച്ചുള്ള തെളിവുകൾ മൂടിവെച്ചു തുടങ്ങിയ ആരോപണങ്ങൾ അറ്റോർണി ജനറൽ പാം ബോണ്ടിക്കും FBI തലവൻ കാഷ് പട്ടേലിനുമെതിരെ ഉയർന്നു. ഇതിന്റെ തുടർച്ചയായാണ് കാഷിന്റെ പെൺസുഹൃത്തിനെതിരെയും ഗൂഢാലോചനാ സിദ്ധാന്തങ്ങൾ ശക്തമായിരിക്കുന്നത്. ക്രെംലിൻ ട്രോൾസ് എന്ന പേരിലുള്ള ഒരു എക്സ് യൂസർ ജൂലൈ 10 പോസ്റ്റ് ചെയ്ത ഒരു കുറിപ്പ് വൈറലായി. കാഷ് പട്ടേലിന്റെ പെൺസുഹൃത്ത് അലക്സിസ് വിൽക്കിൻസ് മൊസാദ് ഏജന്റാണ്. ഇരുവരും തമ്മിൽ 20 വയസ്സിന്റെ പ്രായവ്യത്യാസമുണ്ട്. അവളെ ഉപയോഗിച്ചുള്ള ഹണിപോട്ട് ഓപ്പറേഷനിലൂടെ എപ്സ്റ്റൈൻ ഫയലുകൾ ഒളിപ്പിക്കാനാണ് ശ്രമം നടക്കുന്നത്. ഇങ്ങനെയായിരുന്നു ആ പോസ്റ്റിന്റെ ഉള്ളടക്കം. ഗുഡേക്കേറ്റൽ എന്ന മറ്റൊരു പ്രൊഫൈലിൽ വന്ന വംശീയത കൂടി അടങ്ങിയ ആരോപണങ്ങൾ ഇങ്ങനെയായിരുന്നു. അലക്സിസ് ഒരു ഇസ്രായേൽ NGOയിലാണ് പ്രവർത്തിക്കുന്നത്. ഇത്രയും സുന്ദരിയായ ഒരു യുവതി അത്രയ്ക്കൊന്നും വശീകരണശേഷിയില്ലാത്ത ഒരു ഇന്ത്യൻ അമേരിക്കനെ ഡേറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടായിരിക്കും? ഒരു ക്ലാസിക് ഹണിപോട്ടാണ് ഇത്. ഇങ്ങനെയായിരുന്നു ആ പോസ്റ്റിലെ ആരോപണങ്ങൾ. ഈ പോസ്റ്റിലെ വാദങ്ങൾ മാഗ ടീമും ഏറ്റുപിടിച്ചു. അലക്സിസ് വിൽക്കിൻസിന്റെ പശ്ചാത്തലം കൂടി ചികഞ്ഞ കൂടുതൽ വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്നു അവർ. മുൻ മൊസാദ് ജീവനക്കാരിയുമായുള്ള ബന്ധമായിരുന്നു അക്കൂട്ടത്തിലൊന്ന്. മരീസ സ്ട്രൈറ്റ് എന്നു പേരുള്ള മുൻ ഇസ്രായേൽ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥയാണ് ആ സ്ത്രീ. അവർ സിഒയായ കൺസർവേറ്റീവ് മാധ്യമ സ്ഥാപനം പ്രാഗർയുവിന് വേണ്ടി വിൽക്കിൻസ് പ്രോഗ്രാമുകൾ അവതരിപ്പിക്കുന്നുണ്ട്. പൊതുരാഷ്ട്രീയ വിഷയങ്ങളിൽ അമേരിക്കൻ ജനതയുടെ നിലപാടുകളെയും പൊതുബോധത്തെയും സ്വാധീനിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ഡിജിറ്റൽ മാധ്യമ സംരംഭമാണ് പ്രാഗർയു. ഇക്കാര്യങ്ങളെല്ലാം ചേർത്ത് വെച്ചാണ് വിൽക്കിൻസിന് പിന്നിൽ മൊസാദ് ബന്ധം ആരോപിക്കപ്പെടുന്നത്. ആരോപണങ്ങളെല്ലാം തള്ളി അലക്സിസ് വിൽക്കിൻസ് രംഗത്തെത്തിയിട്ടുമുണ്ട്. മെഗൻ കെല്ലിയുടെ ഷോയിൽ ഇക്കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട അഭിമുഖത്തിലാണ് വിവാദങ്ങളോട് അവർ പ്രതികരിച്ചത്. താൻ ഒരു ചാരവനിതയല്ലെന്നും എല്ലാവർക്കും മനസ്സിലാവുന്ന തരത്തിൽ പരസ്യമായാണ് തൻ്റെ കുടുംബജീവിതവും പശ്ചാത്തലവും എന്നുമായിരുന്നു യുവതി വാദിക്കുന്നത്. താൻ ഒരു ക്രിസ്ത്യാനിയാണ്, ഇസ്രായേലുമായി യാതൊരു ബന്ധവുമില്ലെന്നും തൻ്റെ പശ്ചാത്തലം ചിലർ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുകയാണെന്നും അവർ വിശദീകരിച്ചു. താൻ ഒരു അർമേനിയൻ വംശജയും ക്രിസ്ത്യാനിയുമാണ്.
ഒരിക്കൽ പോലും ഇസ്രായേലിൽ പോവുകയോ അവിടെ താമസിക്കുകയോ ചെയ്തിട്ടില്ലെന്നും വിൽക്കിൻസ് പറഞ്ഞു. എപ്സ്റ്റൈൻ ഫയൽസുമായി ബന്ധപ്പെട്ട് പൊതുസമൂഹത്തിൽ ലഭ്യമായ വിവരങ്ങളല്ലാതെ ഒന്നും തനിക്ക് അറിയില്ലെന്നും അവർ വാദിക്കുന്നുമുണ്ട്. രാജ്യസ്നേഹവും സത്യസന്ധതയുമാണ് തങ്ങളുടെ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കരിയറിൽ ഒരിക്കലും ആ സ്വഭാവത്തിൽ അദ്ദേഹം വിട്ടുവീഴ്ച ചെയ്യുന്നത് കണ്ടിട്ടില്ല. ഇപ്പോൾ ഉയരുന്ന ആരോപണങ്ങളെല്ലാം ശൂന്യതയിൽ നിന്ന് ചമച്ചെടുത്തതാണെന്നും അലക്സിസ് വിൽക്കിൻസ് ആരോപിക്കുന്നുണ്ട്.